എല്ലാവരും സമ്മതിക്കണം ഇലക്ഷൻ സമയത്ത് ശക്തമായ ത്രികോണ മത്സരമാണ് അവിടെ. മൂന്ന് പേരും ഇന്ത്യ ആണെങ്കിലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇപ്പോൾ വലിയ പ്രതീക്ഷയിലുമാണ്. എന്താണ് ഒരു കോൺഫിഡൻസ്, എന്താണ് ശബരി? നമ്മൾ മൊത്തത്തിൽ ഇപ്പം വിജയിച്ചാലും പരാജയപ്പെട്ടാലും അല്ല, നമ്മൾ എന്തായാലും 24-ാം തീയതി അറിയും. പക്ഷേ ഒരു ഇന്നലത്തെ ദിവസം വോട്ടിങ്ങിൻ്റെ അന്നേ ഒരു കോൺഫിഡൻസ് എന്നൊരു ഘടകം ഉണ്ടാവുമല്ലോ, അതെന്താ? അത് ഏറ്റവും വലിയ കോൺഫിഡൻസ് നൽകുന്നൊരു ഘടകം എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് വാങ്ങിക്കാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം ഈ ഇലക്ഷന് മുമ്പുള്ള പല കാര്യങ്ങളിനകത്തും ഇന്ന വോട്ട് ഇന്ന സ്ഥലത്തേക്ക്, മറ്റു വോട്ട് മറ്റു സ്ഥലത്തേക്ക്. പക്ഷെ ഞാനതിനെ അങ്ങനെയല്ല കണ്ടത്. എല്ലാ മേഖലകളിലേക്കും എല്ലാ വിഭാഗങ്ങളിലേക്കും ഒന്ന് എത്തിച്ചേരാൻ പറ്റിയ സ്ഥാനാർത്ഥി ഞാനാണ്. അത് സാമൂഹികമായിട്ടായാലും സാമുദായികമായിട്ടായാലും പ്രായമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ എല്ലാവരുമായിട്ട്. ഇപ്പം എനിക്കിപ്പം ഈ തിരുമല മുതൽ തിരുവല്ലം വരെയുള്ള ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ പ്രദേശങ്ങളിലും എനിക്ക് വ്യക്തിബന്ധമുണ്ട്. അപ്പോൾ അത് ഭയങ്കര പേഴ്സണലായിട്ടുള്ളത്. രണ്ടാമത് UDFൻ്റെ ഈ നേമത്തെ ഒരു സംഘടനയുടെ ഒരു ഒരു ശക്തിയുണ്ട്. ഒരുപക്ഷെ ഭയങ്കര ആളുകളൊന്നും ഉണ്ടാവത്തില്ല, പക്ഷെ നഗരത്തെ വേറെ ഏത് മണ്ഡലത്തെക്കാളും നമുക്കൊരു സംഘടനാ സംവിധാനം അത് ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, നമ്മളൊരു സ്ഥാനാർത്ഥിയും കൂടെ ആയതുകൊണ്ട് ധാരാളം ആളുകൾ, ഞാൻ പറഞ്ഞത് ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല, എല്ലാ ബൂത്തുകളിലും നമുക്ക് ആളുണ്ടായിരുന്നു. പലപ്പോഴും കോൺഗ്രസിനെ കുറിച്ച് പറയുന്ന ആരോപണം UDFിനെ കുറിച്ച് പറയുന്ന നേമത്ത് ആളില്ല എന്നുള്ളതിൽ എല്ലാ ബൂത്തുകളിലകത്തും പുറത്തുമൊക്കെ വളരെ വാശിയോടെ തന്നെ നമ്മുടെ ആളുകൾ പ്രവർത്തിച്ചു. വീടുകളിലേക്ക് നമ്മുടെ മെറ്റീരിയൽ എത്തി. പിന്നെ ആസ് എ കാൻഡിഡേറ്റ് ഞാൻ ആളുകൾ പോകുമ്പോൾ തരുന്നൊരു കോൺഫിഡൻസ്. പിന്നെ എനിക്കൊരു സന്തോഷമുള്ളത്, അവിടെ വലിയ തീവാറുന്ന പോരാട്ടമാണെങ്കിലും LDF ആണെങ്കിലും BJP ആണെങ്കിലും പരസ്പരം ചെളിവാരുമ്പോൾ ഞാനെന്ന വ്യക്തിയെക്കുറിച്ചൊന്നും അവർക്ക് നെഗറ്റീവ് പറയാനില്ല. അതൊരു വലിയ പോസിറ്റീവാണ്. എല്ലായിടത്തും ഞാൻ ചെന്ന് കയറിക്കൊള്ളുമ്പോൾ LDFകാരാണെങ്കിലും BJPക്കാരാണെങ്കിലും ബാക്കി എല്ലാവരും ഒരു റെസ്പെക്റ്റ്, ഒരു സ്നേഹവും നൽകുന്നു. റെസ്പെക്റ്റേക്കാൾ കൂടുതൽ സ്നേഹം നൽകുന്നുണ്ട്.